ലാലേട്ടണ്ണനാണോ സന്തോഷ് വർക്കിയാണോ? സന്തോഷ് വർക്കി. എനിക്ക് ഞാനായാ മതി. ഓക്കെ. 10ാം ക്ലാസ്സിൽ മാത്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 100. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ കണക്ക് വളരെ ഈസി അല്ലേ? നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും ഒരു മാത്സ് ഉണ്ട്. അത് കണ്ടെത്തി പഠിച്ചാൽ ഒക്കെ ഈസി. അത് ശരി. ഞാൻ 2 മണിക്കൂർ എക്സ്ട്രാ 6 മണിക്കൂർ ചെയ്യാൻ. A² - B² ഈ ബഹുപദത്തിന്റെ ഘടകങ്ങൾ പറയുക. രാജേഷ്. തീറ്റയാണോ സാർ? തീറ്റയല്ലടാ, കാലിത്തീറ്റ. നിനക്കൊക്കെ 3x² + 5x + 2 A plus B into ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? ax square plus bx plus c is equal to 0. A സമമല്ല 0. വെരി ഗുഡ്. അയ്യോ കണക്ക് കണക്ക് അയ്യോ പിടിച്ചു പെരുക്ക് അയ്യോ ഹരിച്ചു കുടിച്ചു വയ്യല്ലോ അയ്യോ കണക്ക് കണക്ക് അയ്യോ തലയ്ക്ക് പെരുപ്പ് അയ്യോ പെരുത്ത കുരുക്ക് വീടല്ലോ തലങ്ങും വിലങ്ങും കണക്ക് അമ്മമ്മോ ശരിക്കും കടലിൽ നടുക്ക് പെട്ടല്ലോ. ആണോ? മാത്സിൽ പ്രോഡിജി ചെയ്യാൻ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപ്പൂച്ച. ഈ സ്കൂൾ കാലഘട്ടത്തിലുള്ള വികൃതികളോ അല്ലെങ്കിൽ ഈ ക്ലാസ് പ്രണയങ്ങളുണ്ടായിരുന്നു. ഒരു 8ാം ക്ലാസ് വെച്ചുള്ള ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. ഇതാണ് അന്നദാന രേഖ. ഞാൻ എന്താ കാക്കല്ല. ഇതാണ് ഒരു കൈ. നേരിട്ട് പറയാൻ പേടിയായിരുന്നു. അന്ന് മെയിൻലി ക്രിക്കറ്റ് പഠിത്തം അങ്ങനെയായിരുന്നു. ശകലകലാവല്ലഭൻ. ഞാൻ വൈറലായ സമയത്ത് ഞാൻ ഫെബ്രുവരി 18 വൈറലായത്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് റിവ്യൂ എന്നെ കൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു നോളജ് ഉണ്ട്, അതിലൊരു സ്കില്ലുണ്ടെന്ന് എപ്പോഴാണ് തോന്നിയത്? അത് പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വൈറലാവെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അറിയാതെ സംഭവിച്ചാൽ പ്ലാൻ ചെയ്താലല്ല. തൽക്കാലം ആരോടും പറയണ്ട. പിന്നെ എൻ്റെ കാലഘട്ടത്തിൽ സത്യന്തിക്കാട്, സിബി മലയിൽ, ഫാസിൽ, പ്രിയദർശൻ അവരുടെ സിനിമകൾ പറഞ്ഞാൽ ഒരു വൾഗാരിറ്റി ഇല്ല. നല്ല സിനിമകളായി. അതായത് ഞാൻ പ്രിയദർശൻ സാറിനെ വിളിക്കാറുണ്ട്, എടുക്കാം. പ്രിയദർശൻ സാറിനെ വിളിക്കാറുണ്ട്, സിബി മലയിൽ സാർ, ഇവരെല്ലാം എനിക്കറിയാം. പ്രിയദർശൻ സാർ പറയും, നീ എന്തിനാ ആറാട്ടം പറഞ്ഞു, എൻ്റെ പേര് സന്തോഷ് വർക്കിയില്ലെന്ന് പറയും. ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ ആരാ മനസ്സിലായില്ല. ഈ അഭിനയമോഹം ഉള്ളിലുണ്ടോ? ഞാൻ വളരെ മോശം അഭിനേതാവാണ് വിചാരിച്ചത്. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. ഞാൻ ഡ്രാമ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അഭിനയിച്ചപ്പോൾ പലരും പറയുന്നത് കുഴപ്പമില്ലാത്ത അഭിനയം എന്ന് പറഞ്ഞു. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. പക്ഷെ അഭിനയം അങ്ങനെ അത്ര എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ പലരും പറയണ്ട കുഴപ്പമില്ലാതെ അഭിനയിക്കേണ്ടി പറയാൻ. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ ചാട്ടം കണ്ടിട്ട് എപ്പോഴെങ്കിലും ഒരു സിനിമ അഭിനയിൽ പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടർ, മഞ്ജു വാര്യർ അവരായിട്ടും നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാൻ തോന്നിയത്? ഒരു പടം ഡയറ്റിനുണ്ട്, സോക്രട്ടീസിനെ കുറിച്ചൊരു പടം എടുക്കണമുണ്ട്. ആ റോള് ലാലേട്ടർ കൊടുക്കണമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല.